എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ഉണ്ട്. പ്രാവൻകൂടി ഷാപ്പ്, പൊന്മാൻ, ഒരു ജാതി ജാതകം, ഡ്രാഗൻ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ടാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് മോശം അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ വാതിൽ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സിൽ ഇപ്പോൾ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും വാതിൽ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനൂപ് മേനോൻ, ലാൽ എന്നിവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മാർച്ച് മാസം 28-ന് ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് നിലാവ് കന്മേൽ എന്ന കോപം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ്, മാത്യു തോമസ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ വീക്ക് അല്ലെങ്കിൽ മാർച്ച് 21-ന് നിലാവുക്ക് എന്മേൽ എന്ന കോപം എന്ന സിനിമ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഡ്രാഗൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ഡ്രാഗൻ. ലവ് ടുഡേ സിനിമയിലെ നായകനാണ് ഡ്രാഗണിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. മലയാളം വെർഷൻ വന്നിട്ടില്ല. തമിഴ് വെർഷനാണ് ലീക്കായിരിക്കുന്നത്. ഡ്രാഗൺ സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവൻകൂടി ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ചെമ്പൻ വിനോദ്, സൗബിൻ, ബേസിൽ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് പ്രാവൻകൂടി ഷാപ്പ്. ഇപ്പോഴിതാ പ്രാവൻകൂടി ഷാപ്പ് എന്ന സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പ്രാവൻകൂടി ഷാപ്പിന്റെ OTT വാങ്ങിയിരിക്കുന്നത്. മാർച്ച് 25-ന് ആമസോൺ പ്രൈമിൽ പ്രാവൻകൂടി ഷാപ്പ് എന്ന സിനിമയുടെ OTT ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് അൻപോട് കൺമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണ്. അർജുൻ അശോകൻ, അനഘ, ജോണി ആന്റണി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് അൻപോട് കൺമണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിൽ സിനിമയുടെ റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഒരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണിത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം, മനോരമ മാക്സ് ഇവരാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജയിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ജയിലർ. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ ഹിന്ദി വെർഷൻ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മലയാളം വെർഷൻ റിലീസാവാൻ പോവുകയാണ്. മനോരമ മാക്സിലാണ് ജയിലർ സിനിമ റിലീസാവുന്നത്. ഈ വീക്കിൽ സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു ഹണ്ട്. ഭാവനയാണ് സിനിമയിലെ നായിക. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഇത്ര നല്ല റെസ്പോൺസ് കിട്ടിയിട്ടും സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. സിനിമ റിലീസായിട്ട് കുറെ നാളായി. ആരാധകർ കാത്തിരുന്ന് മടുത്തു. ഇപ്പോഴിതാ ഹണ്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 28-ന് ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ഒരു ജാതി ജാതകം. വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഒരു ജാതി ജാതകം എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവാൻ പോവുകയാണ്. ഈ വീക്കിൽ സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ മാർച്ച് 14-നായിരിക്കും ആമസോൺ പ്രൈമിൽ ഒരു ജാതി ജാതകം റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പൊന്മാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് പൊന്മാന് വേണ്ടിയാണ്. കാരണം തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പൊന്മാന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് സിനിമ പറയുന്നത്. ലിജോമോൾ, ബേസിൽ, സജിൻ ഗോപു ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ പൊന്മാൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 14-നാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അതായത് നാളെ രാത്രി 12 മണിക്ക് പൊന്മാൻ സിനിമ റിലീസാവും. തലേ ദിവസം തന്നെ സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസാവാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ മാസം ഇനി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.